ഹലോ ഗൈസ്, ഇറ്റ്സ് മീ രാഹുൽ ഫാബി. വെൽക്കം ടു Fabbsonwheels. സോ ഇന്ന് എൻ്റെ കൂടെയുള്ള ഒരു അടിപൊളി ജിപ്സിയാണ്. അതൊരു സ്റ്റോക്ക് ജിപ്സിയാണ്. ഇന്ന് ഞാനുള്ളത് ആലപ്പുഴയിലാണ്, കലവൂരിലാണ്. സോ നമ്മുടെ ഒരു ബെസ്റ്റ് വെൽവിഷർ അല്ലെങ്കിൽ ഒരു സബ്സ്ക്രൈബറിൻ്റെ വണ്ടിയാണ് ഇന്ന് എൻ്റെ കൂടെയുള്ളത്. ആളുടെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറയാം. അപ്പോൾ ഈ വണ്ടിയായിട്ട് നമ്മളിന്ന് തൃശ്ശൂർ പോവാണ്, മണിച്ചേട്ടൻ്റെ അടുത്തോട്ട് പോവാണ്. ഈ വണ്ടിക്ക് ഒരു ചെറിയ കംപ്ലയിൻറ്റ് ഉണ്ട്. സോ ആ കംപ്ലയിൻറ്റും കാര്യങ്ങളുടെ ഡീറ്റെയിൽസും ആയിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ. അതോടൊപ്പം തന്നെ ആ ഒരു കുഞ്ഞു യാത്രയും. തൃശ്ശൂർ ഇപ്പോൾ ഓൾമോസ്റ്റ് സമയം 7 മണി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടുന്ന് യാത്ര തിരിക്കാൻ പോവുകയാണ്. ഈ ഒരു വണ്ടി ഒരു 50 കിലോമീറ്റേഴ്സ് അബോവ് നമുക്ക് ട്രാവൽ ചെയ്യാൻ സ്പീഡ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ ഈ വണ്ടിയുടെ വിശേഷങ്ങളാണെന്ന് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. പിന്നെ ആദ്യമായിട്ട് എപ്പോഴും പറയാറുള്ളത്, ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതോടൊപ്പം തന്നെ നമ്മുടെ ജിപ്സി ഫാൻസിലോട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, മാക്സിമം ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ മാത്രം. എനിവേ, എന്നാലും ഞാൻ വണ്ടി ഒന്ന് കാണിച്ചു തരാം. ഈ വണ്ടിയുടെ കാര്യം പറയുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു സ്റ്റോക്ക് വണ്ടിയാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സബ്സ്ക്രൈബറിൻ്റെ വണ്ടിയാണ്. പുള്ളിക്ക് 2 ജിപ്സിയാണുള്ളത്. സോ ഇതൊരു മിലിറ്ററി ഓപ്ഷൻ വെഹിക്കിളായിരുന്നു, കൊണ്ടുവന്നിട്ട് കുറച്ച് കാലമായിട്ടുണ്ട്. സോ ഉപയോഗിക്കുകയൊന്നുമില്ല. നാട്ടിൽ വല്ലപ്പോഴൊക്കെ വണ്ടി സ്റ്റാർട്ട് ചെയ്യും. അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു സംഭവങ്ങളൊക്കെ ഈ ഒരു വണ്ടിക്ക് ഇത് ചെയ്യുന്നുള്ളൂ. ഫുള്ളി സ്റ്റോക്കാണ്. അതായത് എല്ലാ പാർട്സും ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന എല്ലാം MGPയുടെ പാർട്സാണ്. ഒരു പാർട്സ് പോലും ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ടുള്ള ഒരു പാർട്സ് പോലും യൂസ് ചെയ്തിട്ടില്ല. പക്ക സ്റ്റോക്ക് ഒരു വണ്ടി തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ സോഫ്റ്റ് ടോപ്പാണ്. പുള്ളിക്കാരൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ ഒരു നോർമൽ ജിപ്സി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ ഫിറ്റ് ആൻഡ് ഫിനിഷും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടാലായിട്ട് മനസ്സിലാവും. ഫുള്ളി ഈ വണ്ടി കിടിലമായിട്ടാണ് വെച്ചേക്കുന്നത്, ഒന്നും പറയാനില്ല. ഒറിജിനൽ ടയേഴ്സൊക്കെ തന്നെയാണ്, MRFൻ്റെ ടയേഴ്സൊക്കെ തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഇടയ്ക്ക് തന്നെയാണ് ഈ ഒരു വണ്ടി പെയിൻറ്റ് ചെയ്തതും കാര്യങ്ങളൊക്കെ ആയിട്ട്. മാരുതിയുടെ തന്നെ ഒറിജിനൽ കളർ സ്കീമിലുള്ളൊരു പെയിൻറ്റിങ് തന്നെയാണ് പുള്ളിക്കാരൻ ചെയ്തിട്ടുള്ളത്. പിന്നെ കണ്ടില്ലേ, ഈ ബീഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടോ? ബീഡിങ്ങിലെല്ലാം സ്റ്റോക്കായിട്ടുള്ള ബീഡിങ്ങാണ് വന്നിരിക്കുന്നത്. എല്ലാത്തിനകത്തും ഇപ്പോൾ ഈ ഒരു ഗ്ലാസ്സിൽ തന്നെയൊക്കെ നോക്കിയാലും മാരുതിയുടെ ലോഗോ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ഫുള്ളി ഇതിൻ്റെ സീറ്റും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ഈ നമ്മുടെ ഗ്ലാസ് ഔട്ട്സൈഡ് മിററൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് അത് നമ്മുടെ ബൊലേറോയുടെ മിറേഴ്സാണ് വെച്ചിരിക്കുന്നത്. പുതിയ മോഡൽ മിറേഴ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഈ ഒരു സാധനമൊന്നും വരുന്ന ജിപ്സികളിൽ കാണാൻ പറ്റത്തില്ല. ഈ ഒരു സംഭവങ്ങളൊക്കെ വെച്ച്, അതുപോലെ വെതർ സ്ട്രിപ്പ് കാര്യങ്ങൾ എല്ലാം എൻറ്റയർ ഒരു സംഭവം മൊത്തം ഈ ഒരു വണ്ടിക്കകത്ത് മാറിയിട്ടുണ്ട്. കേട്ടോ, ഗിയർ ബോക്സിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടോ? അതുപോലെ തന്നെ നമ്മുടെ ഡാഷ്ബോർഡ് ആയാലും അതിൻ്റെ ഓരോ സംഭവങ്ങളായാലും ബീഡിങ്ങുകളായാലും എല്ലാത്തിനകത്തും ആ ഒരു ഒറിജിനാലിറ്റി നമുക്ക് പക്ക കാണാനായിട്ട് പറ്റും. അപ്പം ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരൻ ഇത് നമുക്കിത് വേറൊരു കാര്യം വെച്ചാൽ ഫ്രണ്ട് ഫേസിങ് സീറ്റ് നമുക്ക് ബെഞ്ച് സീറ്റല്ല വരുന്നത്, ശരിക്കും ക്രോസ് സീറ്റാണ് ഈ ഒരു വണ്ടിയിൽ വരുന്നത്. ശരിക്കും പുള്ളിക്കാരൻ അങ്ങനെ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഇത് അഡീഷണൽ ചെയ്യിച്ച സീറ്റാണ്. പക്ഷേ അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. നമുക്ക് 4 പേർക്കൊക്കെ അടിപൊളിയായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. ബാക്കിൽ കുറച്ച് ലഗേജ് സ്പേസും നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ ഈ വണ്ടിയുടെ ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ പോകുന്ന വഴിക്കുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. വണ്ടി ഓടിച്ചിട്ട് എങ്ങനെയുണ്ട്. ചെറിയൊരു പണിയുണ്ട്, അപ്പോൾ അത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഈ ബാക്കിലത്തെ സംഭവങ്ങളായാലും എല്ലാ കാര്യങ്ങളും പക്ക ഇതിൻ്റെ ഫിറ്റ് ആൻഡ് ഫിനിഷ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ നമ്പർ പ്ലേറ്റ് കാണിക്കാൻ ഇപ്പോൾ നിർവാഹമില്ല, അതുകൊണ്ടാണ് നമ്പർ പ്ലേറ്റ് നമ്മൾ മറച്ച് വെച്ചിട്ടുള്ളത്. ടയേഴ്സ് എല്ലാം തന്നെ പറഞ്ഞാൽ അത്യാവശ്യം എബോവ് ആവറേജ് ടയേഴ്സ് വന്നിട്ടുണ്ട്. എബോവ് ആവറേജ് ആയിട്ടുള്ളൊരു ടയേഴ്സ് വന്നിട്ട്, അപ്പോൾ ഇതിൻ്റെ ചേസസ് ആയാലും കാര്യങ്ങളെല്ലാം പക്കയാണ് കൊടുത്തിട്ടുള്ളത്. ഒരു പാച്ച് വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പ്ലേറ്റോ കാര്യങ്ങളോ ഒന്നും പഴയതായിട്ടില്ല. നിങ്ങൾ ഇതിൻ്റെ ഒരു ചേസസ് കണ്ടോ? എല്ലാം പക്ക കോട്ടിങ്ങിൽ വരുന്ന സാധനങ്ങളാണ്, ഒന്നും പറയേണ്ടതില്ല. ഫുള്ളി സ്റ്റോക്കായിട്ടുള്ള ഒരു വെഹിക്കിൾ, ഒരു ജിപ്സി, സ്റ്റോക്ക് ജിപ്സിയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഈ കളറും അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഉഗ്രൻ കളറാണ്. ഓക്കെ, ഈ വണ്ടി ഇനി ഓടിച്ച് നോക്കിയിട്ട് വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. എന്നിട്ട് അവിടെ ചെന്നിട്ട് മണിച്ചേട്ടനെ കുറേ നാളായി കണ്ടിട്ട് മണിച്ചേട്ടൻ്റെ അടുത്തോട്ട് പോകാനായിട്ടുണ്ട്. പിന്നെ അവിടെ പിന്നെ ഒരുപാട് ആൾക്കാർക്ക് സംശയമുള്ളത്, നമുക്ക് ജിപ്സിക്കകത്ത് ലോക്കുള്ള നമ്മുടെ പെട്രോൾ ടാങ്കിൻ്റെ അടപ്പ് വെച്ചിരിക്കുന്നുണ്ടോ? ഈ ലോക്കുള്ള ടൈപ്പാണ്. കീയും വരുന്നുണ്ട് ഈ സാധനത്തിന്.
അതുപോലെ തന്നെ ഈ ഒരു ബീഡിങ് എന്നൊക്കെ വെച്ചെങ്കിൽ അത്യാവശ്യം നല്ല വിലയുള്ള ബീഡിങ്ങുകളാണ്. പിന്നെ ഡോർ പാനൽസ് ആയാലും ആ കാര്യങ്ങളെല്ലാം പക്ക സെറ്റ് ഇട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് യാത്ര ആരംഭിക്കാൻ സമയമായി. നമുക്ക് 2 മിനിറ്റ് പിടിച്ചോണേ. വണ്ടിക്ക് അപ്പോൾ ഫാസ്റ്റാഗ് എടുക്കാൻ വേണ്ടിയിട്ട് മോഞ്ചേട്ടൻ പോയിട്ടുണ്ട്. ഇത് കണ്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് ഫാസ്റ്റാഗ് അടിക്കണം. അപ്പോൾ അവിടെ നിന്ന് എന്തായാലും ഇപ്പം ഇൻസ്റ്റൻ്റായിട്ട് ഫാസ്റ്റാഗ് എടുക്കുന്നുണ്ട്. കാര്യം ഇപ്പോൾ ഫാസ്റ്റാഗ് എടുക്കാൻ എളുപ്പമാണല്ലോ. നമുക്കൊരു 300 കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 50 മറ്റോ ബാലൻസ് ഉണ്ടാവും. ഈ നമ്മുടെ പാലിയേക്കര ടോൾ പ്ലാസയുടെ ഓൾമോസ്റ്റ് ഒരു 1 കിലോമീറ്റേഴ്സ് ബാക്ക് തന്നെ ഫാസ്റ്റാഗിൻ്റെ കൗണ്ടറുകൾ സ്റ്റാർട്ട് ചെയ്യും. ഇത് നമ്മുടെ തൃശ്ശൂർ സേലം ഹൈവേ ആണ്. ഇനിയിപ്പോൾ എന്തായാലും കുറച്ചുകൂടെ പോകാനായിട്ടുള്ളൂ. ഇപ്പോൾ എന്തായാലും കുറച്ചുകൂടെ പോകണം. പിന്നെ വണ്ടിയുടെ കാര്യം ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞല്ലോ, പക്ക സ്റ്റോക്ക് കണ്ടീഷനാണ്. ഈവൻ ഇതിൻ്റെ ഇതിൻ്റെ ലീഫും ഷോക്ക് അബ്സറും എല്ലാ സംഭവങ്ങളും പുതിയ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ടൈറ്റ്നെസ്സും ഒരു ഫ്രഷ്നെസ്സും നമുക്ക് വണ്ടിയുടെ ഭാഗത്ത് നിന്ന് അറിയാനായിട്ട് വരും. പിന്നെ നിങ്ങൾ ആ മെയിനായിട്ട് അതിൻ്റെ ഓരോ ക്യാരക്ടേഴ്സ് ലൈൻ കണ്ടോ. ഈ ഫ്രണ്ട് തൊട്ട് ലൈൻ ബാക്ക് വരെ പക്ക ലൈൻസാണ് പോകുന്നത്. അപ്പോൾ ശരിക്കും ഇതിൻ്റെ ഓണർ എന്ന് പറയുമ്പോഴത്തേക്ക് പുള്ളിക്കാരൻ ആ ഒരു സ്റ്റോക്ക് വണ്ടി ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ തന്നെ സാധനങ്ങളെല്ലാം പറയുന്നത്. ഈ ഓരോ വെതർ സ്ട്രിപ്പുകളും അതുപോലെ തന്നെ നമ്മുടെ ഗ്ലാസിൻ്റെ ഈ ബീഡിങ് നിങ്ങൾ നോക്കിയേ. ഈ ബീഡിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതോടൊപ്പം തന്നെ ഡാഷ്ബോർഡ്, അതിനകത്ത് വരുന്ന സംഭവങ്ങൾ, ഈ സ്വിച്ചുകൾ, പുതിയ സ്റ്റിയറിങ്, അതുപോലെ തന്നെ ഈ നമ്മുടെ ആ ഒരു ഗിയർ സ്വിച്ച് വരുന്ന ഈ സ്വിച്ചുകളെല്ലാം. ഗൈസ്, അങ്ങനെ നമ്മൾ മണിച്ചേട്ടൻ്റെ വർക്ക്ഷോപ്പ് എത്തിയിട്ടുണ്ട്. ഞാൻ വരുമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അത് കണ്ടല്ലേ, നമ്മുടെ മണിച്ചേട്ടൻ്റെ വർക്ക്ഷോപ്പ് എത്തിയിട്ടുണ്ട്. ഞാൻ വരുമെന്നോ ഒന്നൊരു കാര്യങ്ങളും മണിച്ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ എന്തായാലും കാര്യം ഇവിടെ വരുന്നതിന് മുമ്പ് ഒരുപാട് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. കാരണം അത്രയും ബിസിയാണ് മണിച്ചേട്ടൻ. പക്ഷേ ഇത് നമ്മൾ വന്ന് കൈയോടെ പിടിച്ചാണ്. കാരണം നമുക്ക് ഈ ഒരു വണ്ടിയുടെ വർക്ക് തീർക്കേണ്ട കാര്യം അത്യാവശ്യമായിട്ടുണ്ട്. എന്തായാലും നമുക്ക് വർക്ക്ഷോപ്പിലോട്ട് പോകാം. അവിടെ ഇരിപ്പുണ്ട്. കാണുമ്പോൾ ഉള്ള എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾ തന്നെ ഡയറക്റ്റ് കണ്ടോ കേട്ടോ. ഓക്കെ, ഞാൻ ഇപ്പുറത്ത് പോയി പിടിക്കാം. മണിച്ചേട്ടാ, ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലല്ലോ. ഇതേണ്ടാ ഇരുന്ന് ചിരിക്കുന്ന കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ബോയ് ആയിരുന്നു. ഇന്നലെ ബർത്ത്ഡേ ആയിരുന്നു. സോ നമ്മൾ പണിച്ചേട്ടനോട് പറയാതാണ് ഇവിടെ വന്നിരിക്കുന്നത്. കേട്ടോ, ഒരുപാട് വണ്ടികൾ നമുക്കിവിടെ കിടപ്പുണ്ട്. അപ്പോൾ എന്താ വന്നതിൻ്റെ മെയിൻ കാരണം അറിയാമല്ലോ. അപ്പോൾ ബാക്കിയുള്ള വന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാനൊന്ന് റെഡിയാക്കട്ടെ. എന്തായാലും നിങ്ങളെ നമ്മൾ വണ്ടി പണിയുന്ന കാഴ്ചകളെ കാണിച്ചിട്ട് നമ്മളെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. അപ്പോഴേ ഞാനിപ്പോൾ ഈ ഇവിടുത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് ഞാൻ ആ സംഭവം ഒന്ന് സെറ്റ് ചെയ്ത് തരാം. ഓക്കെ, നമ്മളങ്ങനെ വർക്ക്ഷോപ്പിൽ നിന്ന് മണി സാറ് വണ്ടി ഓടിച്ച് നോക്കി സെറ്റാക്കാൻ പോവാണ്. നമ്മുടെ വണ്ടിയുടെ പണി എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ പോവാണ്. ഇപ്പം മണിച്ചേട്ടൻ്റെ വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങുന്ന റോഡാണേ. അമ്മ നമ്മുടെ വണ്ടിയുടെ അങ്ങനെ ടെസ്റ്റ് റൺ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വണ്ടിയുടെ പ്രശ്നങ്ങൾ നോക്കാം. അതിൻ്റെ സെറ്റ് തന്നെ ഒരെണ്ണത്തിൻ്റെ തന്നെ, ഒന്നും മാറിയിട്ടില്ല.
ആ അല്ല അത് ഞാൻ ഫിറ്റ് ചെയ്താ. ഞാൻ വെറുതെ ഫിറ്റ് ചെയ്ത് ഞാൻ കഴുകി കഴിഞ്ഞ് ഞാൻ തന്നെ ഫിറ്റ് ചെയ്ത് വെച്ചു. ചേട്ടാ ഇത് മറ്റേ ബ്രേക്ക് പൈപ്പാണ്, അത് നോക്കിയിട്ട് അത് മാറി എന്തിട്ട് മനസ്സിലായി. അതെല്ലാം ഒറിജിനൽ അല്ലേ? അതെ. അപ്പോൾ എല്ലാം ജെന്യൂൻ സ്പെയറുകളാണ്. ഇത് കണ്ടോ, മാരുതിയുടെ ബാഡ്ജിങ്ങും MGPയുടെ സ്പെയറുകളാണ് വന്നിട്ടുള്ളത്. എല്ലാ സാധനങ്ങളും വന്നിട്ടുണ്ട് കേട്ടോ. ബെയറിങ്ങുകളൊക്കെ വന്നിട്ടുണ്ട്. കുറേ സാധനങ്ങളപ്പോൾ മാറാനായിട്ടുണ്ട്. അപ്പോൾ ആ സ്പെയറുകളെല്ലാം എന്തായാലും മോഞ്ചിട്ടും വന്നപ്പോൾ അരുണാത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്പെയറുകളെല്ലാം നമ്മൾ മാറുന്നുണ്ട്. അതപ്പോൾ തന്നെ ഹൗസിങ്ങിൻ്റെ കുറേ സാധനങ്ങളുണ്ടല്ലേ, ഹൗസിങ്ങിൻ്റെ സ്പെയറുകളാണ്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും അഡ്വാൻസ് ആയിട്ട് നമ്മൾ സ്പെയർ ഫുള്ള് വാങ്ങിയിട്ടുണ്ട്. സോ എപ്പോഴെങ്കിലും നിങ്ങൾ മാറുമ്പോൾ മണിച്ചേട്ടൻ പറയാനുള്ള പോലെ തന്നെ ഒറിജിനൽ സാധനം മാറി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഭാഗത്തേക്ക് നോക്കേണ്ടി വരത്തില്ല. ഇതെല്ലാം നമ്മൾ വാങ്ങിയിട്ടുള്ള ആ പാർട്ട് നമ്പർ എടുത്തിട്ടാണ് ഓരോ സാധനങ്ങളും നമ്മൾ സെപ്പറേറ്റ് വാങ്ങിയിട്ടുള്ളത്. ചെറിയ ചെറിയ വാഷറുകളും ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എപ്പോഴും അത്യാവശ്യം ഒരു മെക്കാനിക്കിനെ കാണിച്ച് വണ്ടി ഫുൾ ഒരു പണി മനസ്സിലാക്കിയതിന് ശേഷം സാധനം ഓർഡർ ചെയ്ത് വെച്ചിട്ട് വണ്ടി പണിയാനായിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ഈ സാധനങ്ങളൊന്നും റെഡിലി അവൈലബിൾ അല്ല. ഓൾറെഡി ഞാൻ ESSARR മോട്ടോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കഴിഞ്ഞ വീഡിയോസിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും അവരുടെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് അവരുടെ നിന്ന് സ്പെയർ വാങ്ങാം. 2 ഡേയ്സിനുള്ളിൽ ഓൾ ഓവർ ഇന്ത്യ അവർക്ക് ഷിപ്പിംഗ് അവൈലബിൾ ആണ്. ഫ്രീ വീൽ ഹബ്ബ് കയറ്റുന്നുണ്ട്. അപ്പോൾ മണിച്ചേട്ടൻ ആ ഫ്രീ വീൽ ഹബ്ബ് നോക്കുന്നുണ്ട്. ലാംഡയുടെ ഹബ്ബ് തന്നെ അല്ലേ? ലാംഡയുടെ ഹബ്ബാണ്. നമുക്ക് നോക്കാം. ആണോ? ഓക്കെ. അപ്പോൾ ലാംഡയുടെ ഹബ്ബാണ് നമുക്ക് എടുത്തിട്ടുള്ളത്. ലാംഡയുടെ ഒറിജിനൽ ഹബ്ബാണ്. അതെ അതെ, മാരുതിയുടെ ഒറിജിനൽ അല്ല ഇത്. ശരിക്കും ലാംഡ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒറിജിനൽ ഹബ്ബ, ഫ്രീ വീൽ ഹബ്ബാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതെ. നമ്മുടെ മണിച്ചേട്ടൻ ഇപ്പോൾ വർക്ക് ഓൾമോസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതാ സംഭവം എന്നുള്ളത് നോക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും എന്താണ് നമ്മുടെ വണ്ടിക്കുള്ള പ്രശ്നങ്ങൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മണിച്ചേട്ടൻ തന്നെ പറയും. അപ്പോൾ ഞാൻ ശരിക്കും ബോണറ്റ് തുറന്ന് നോക്കി വണ്ടി ഓടിച്ച് നോക്കി. ചെറിയ സൗണ്ടും നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഗിയർ ബോക്സിൻ്റെ ഭാഗത്തുനിന്നാണ്. എന്താണെന്നുള്ള കാര്യം മണിച്ചേട്ടൻ തന്നെ നമ്മളോട് പറയും. സോ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക, നമുക്ക് മണിച്ചേട്ടനോട് തന്നെ ചോദിക്കാം. അപ്പോഴേ നമ്മുടെ മണിച്ചേട്ടനെ ഞാൻ ഓടിച്ചിട്ട് പിടിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങളോട്. ഭയങ്കര ബിസി ആയിരുന്നു. കാര്യം ക്രിസ്മസിന് കുറേ വണ്ടികൾ കൊടുക്കാനായിട്ടുണ്ട്, ഒരുപാട് വണ്ടികളുണ്ട്. പക്ഷേ നമ്മുടെ തലമൂത്തൊരു സബ്സ്ക്രൈബർ കൂടെ ഉള്ളത് കാരണം വണ്ടി കൊടുക്കാതിരിക്കാൻ വേറെ വകുപ്പില്ല. ഇന്ന് ലീവ് എടുത്തിട്ടാണ് നമ്മൾ ഈ സംഭവങ്ങളൊക്കെ വന്ന് ഇതെല്ലാം സെറ്റാക്കിയിട്ടുള്ളത്. ഇതിനകത്തുള്ള മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ മണിച്ചേട്ടാ, നമുക്ക് നമ്മുടെ വണ്ടിക്കകത്ത് എന്തൊക്കെ പണിയുണ്ട് മെയിനായിട്ട്? മെയിനായിട്ട് അതിൻ്റെ 4 വീൽ ഗിയർ ബോക്സ് സൗണ്ട് ഉണ്ട്, പിന്നെ ബാക്ക് ഹൗസിങ് കംപ്ലൈൻറ്റ് ഉണ്ട്. 4 വീൽ ഗിയർ ബോക്സ് അതിലിരിക്കുന്നത് ഒറിജിനൽ പുതിയതാണ്. പക്ഷേ അതിൻ്റെ കൗണ്ടർ ഷാഫ്റ്റ് റെഡിയാക്കണം, ചെക്കപ്പ് ചെയ്ത് റെഡിയാക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് സ്പിൻഡൽ എൻജിൻ മിസ്സിംഗ് ഉണ്ട്, അതൊന്ന് കറക്റ്റ് ചെയ്യണം. മെയിനായിട്ടുള്ള. അപ്പോൾ എന്തായാലും കുറച്ച് സമയം എടുക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിക്കുകയായിരിക്കും. കാര്യം വേറെ ഒന്നുമല്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മണിച്ചേട്ടൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ, ഓൾറെഡി നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്കൊക്കെ അറിയാം. ഓടിപ്പിടിച്ചിങ്ങോട്ട് വരരുത്, വേറെ ഒന്നും കൊണ്ടല്ല, ഒട്ടും നിവൃത്തിയില്ലാഞ്ഞിട്ടാണ് ഓടിപ്പിടിച്ചിങ്ങോട്ട് വന്നത്. കാര്യം ഇതിൻ്റെ ഈ വണ്ടിയുടെ നമ്മളിന്ന് കാണിക്കുന്ന ഈ വണ്ടിയുടെ ഓണർ നമ്മുടെ മൂത്ത ഒരു സബ്സ്ക്രൈബറാണ്, തലമൂത്ത സബ്സ്ക്രൈബറാണ്. അപ്പോൾ മോഹൻ ചേട്ടന് നാട്ടിൽ തിരിച്ചു കൊണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും അർജൻറ്റായിട്ട് നമ്മൾ ഓടി വന്നതും ഈ കാര്യങ്ങളൊക്കെ ചെയ്തതും. അപ്പോൾ കുറേ പണികൾ വണ്ടിക്കകത്തുണ്ട്, എല്ലാം ചെയ്ത് സെറ്റായിട്ട് വണ്ടി ഉടനെ തന്നെ കിട്ടും. സോ വണ്ടി ഇനി എടുക്കാൻ വരുമ്പോഴായിരിക്കും ഈ വീഡിയോയുടെ രണ്ടാമത്തെ പാർട്ട് വരുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ എന്തായാലും മണിച്ചേട്ടനെ ഒരിക്കൽ കൂടെ കൊണ്ടുവന്നു, ഇനിയും കൊണ്ടുവരാം ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ബൈ.